ഹലോ കൂട്ടുകാരെ, ഇപ്പം നമ്മൾ നോക്കാൻ പോകുന്നത് ഒരുപാട് പക്ഷികളെക്കുറിച്ചാണ്. ഒരുപാട് തരത്തിലുള്ള പക്ഷികൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ പേരുകളും അതെന്തൊക്കെയാണ് കഴിക്കുന്നതെന്നൊക്കെ നമുക്ക് കാണാം. അപ്പം ആദ്യമായി കാണപ്പെടുന്നത് എന്താണെന്ന് നോക്കിയേ, ഈ ഫോട്ടോയിൽ. അതെ, കാക്ക അല്ലേ? കാക്കയെ നമുക്ക് എല്ലാ സ്ഥലത്തും കാണാൻ പറ്റും. എല്ലാ സ്ഥലത്തും വെച്ചാൽ നഗരങ്ങളിൽ, വീടുകളിൽ, ഗ്രാമങ്ങളിൽ, എല്ലാ സ്ഥലത്തും കാക്കയെ കാണാം. അത് കറുത്ത് ഇരുണ്ടൊരു കാക്കയാണ്. അതിലും ഒരുപാട് ഇനങ്ങളുണ്ടെന്ന് തന്നെ പറയാം. കാക്കകൾ, ഞങ്ങൾ ഭക്ഷണം കഴിച്ച് എന്തെങ്കിലും വേസ്റ്റ് പുറത്തിട്ട് കഴിഞ്ഞാൽ അപ്പം വരും കാക്കകൾ അല്ലേ? ഒരു മീൻ മുറിക്കാനിരുന്ന അപ്പം വരും കാക്കകൾ. ഇഷ്ടം പോലെ കാക്കകളെ കാണാം. ശരി, അടുത്തത് ഏതാ പറവാ നോക്കിയേ. അടുത്ത പക്ഷി നമ്മൾ പറയാൻ പോകുന്നത് വളരെ ഭംഗിയുള്ളൊരു പക്ഷിയാണ് തത്ത. തത്തമ്മയെ എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലേ? എന്താ അതിൻ്റെ നിറം? പച്ച കളറ് ശരീരവും ചുവന്ന കൊമ്പും ഉണ്ട് അതിന് ഭയങ്കര ഇഷ്ടം ഫ്രൂട്ട്സാണ്. ഫ്രൂട്ട്സ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് കഴിക്കും. കാണാനും ഭയങ്കര ഭംഗിയാണ്. ഇതിന് വേറൊരു പ്രത്യേകതയും കൂടി ഉണ്ട്. ഞങ്ങൾ പറഞ്ഞത് അതങ്ങനെ തിരിച്ച് നമുക്ക് പറഞ്ഞു തരും. ഒരുപാട് പേര് ഒരുപാട് വീടുകളിൽ തത്തയെ വളർത്തുന്നുണ്ട്. ചെറിയ തത്തയെ കിട്ടി അതിനെ കൂട്ടിലിട്ട് വളർത്തുന്നുണ്ട്. ഒരുപാട് ഭംഗി. അതുമാത്രമല്ല, അത് കൈനോട്ടക്കാരുടെ കൈകളിലും നിങ്ങൾക്ക് കാണാൻ പറ്റും അല്ലേ? ഒരുപാട് പേര് കൈ നോക്കാൻ വരുന്നവർക്ക് തത്ത ഉണ്ടാകും കൂട്ടിൽ. അവരോട് ഷീറ്റ് എടുക്കാൻ പറയും. എല്ലാം അറിയില്ല, നിങ്ങളത് എല്ലാ റോഡ് സൈഡിലും കാണാവുന്നതാണ്. ശരി, അടുത്തതായി നമ്മൾ കാണാൻ പോകുന്നത് കുരുവി. വളരെ ചെറിയൊരു പക്ഷിയാണ് കുരുവി. കാണാൻ തന്നെ എന്തൊരു ഭംഗിയാന്ന് നോക്കിയേ. അത് ചെറിയ ചെറിയ അരിമണികളും ഗോതമ്പ് മണികളും കിട്ടിയാൽ അതിന് വളരെ സന്തോഷമാകും. ഞങ്ങളുടെ നാട്ടിലും എല്ലാ സ്ഥലത്തും കാണുന്നതാണ് കുരുവി അല്ലേ? അടുത്തതായി നമ്മൾ നോക്കുന്നത് പ്രാവ്. പ്രാവ് നോക്കിയേ. പ്രാവ് വളരെ ഭംഗിയുള്ളൊരു പക്ഷിയാന്ന് തന്നെ പറയാം. ഒരുപാട് കളറിലുണ്ട്, ഒരുപാട് നിറങ്ങളിൽ പ്രാവുകളെ കാണാം. വെള്ള നിറത്തിൽ കാണാം, ചിലപ്പം വയലറ്റ് നിറത്തിൽ കാണാം, കറുപ്പ് നിറത്തിൽ കാണാം. ഭയങ്കര ഭംഗിയുള്ളൊരു പക്ഷിയാണ് പ്രാവ്. അടുത്തതായി നോക്കിയേ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു പക്ഷിയാണ് മയിൽ അല്ലേ? മയിലിൻ്റെ പ്രത്യേകത എന്താ? മയിൽ കൂടുതലും നമ്മൾ വനത്തിലാണ് നമ്മൾ കാണുക. വന്യമൃഗം തന്നെ പറയാം, പക്ഷെ ഭയങ്കര ഭംഗിയുള്ളതാണ്. ഇതിൻ്റെ വേറൊരു പ്രത്യേകത ഉണ്ട്. മഴക്കാലമായിക്കഴിഞ്ഞാലാണ് അതിൻ്റെ ചിറകുകൾ മൊത്തം അങ്ങനെ വിടർത്തി വെച്ച് എന്താ പറയുക, നൃത്തമാടുമെന്ന് പറയാം. ഒരുപാട് ഭംഗിയുള്ള അതിൻ്റെ ചിറകുകളിലാണ് ഒരുപാട് കളറുകളുണ്ട്. അതിനും വെള്ള കളർ മയിലുണ്ട്. സാധാരണയായി കാണപ്പെടുന്നത് വയലറ്റും പിങ്കും ഒരുപാട് കളേഴ്സ് ഫുൾ കൂട്ടി കലർന്നിട്ടാണ് മയിലുകളുടെ ചിറകുകൾ കാണാൻ പറ്റുക അല്ലേ? ചിലപ്പോൾ ഞങ്ങൾ സൂവിൽ പോയി കഴിഞ്ഞാലും കാണാം മയിലുകൾ. ഭയങ്കര ഭംഗിയുള്ളൊരു പക്ഷിയാണ് മയിൽ. അടുത്തത് ഏതാന്ന് നോക്കിയേ. അടുത്തത് അരയന്നം. അരയന്നത്തിൻ്റെ പ്രത്യേകത എന്താ? കാണാൻ വെളുത്ത് ഭംഗിയുള്ളൊരു പക്ഷിയാണ് അരയന്നം. അത് കൂടുതലും നമ്മൾ വെള്ളത്തിലാണ് കാണുന്നത് അല്ലേ? വെള്ളത്തിൽ നല്ല ഭംഗിയിൽ, വെള്ളത്തിലാണ് അത് ജീവിക്കുക. അതിന് ഏറ്റവും ഇഷ്ടം വെള്ളത്തിൽ ജീവിക്കുന്നതാണ്. അടുത്ത പക്ഷി കോഴി. നോക്കിയേ, കോഴി നാട്ടിൻപുറത്ത് കാണാം, എല്ലാ സ്ഥലത്തും കോഴിയെ കാണാം. കോഴീൻ്റെ ഒരു ഉപകാരം എന്താണെന്ന് പറഞ്ഞേ? അതെ, മുട്ട തരും നമുക്ക്. കോഴിമുട്ട. എല്ലാവരും രാവിലെ തന്നെ മുട്ട കഴിക്കുന്നില്ലേ? അതെ, കോഴിമുട്ട തരും. പിന്നെ അത് ഇറച്ചിയും തരും. എല്ലാവർക്കും ചിക്കൻ ഭയങ്കര ഇഷ്ടമാണല്ലേ? അതാണ് കോഴിയിൽ നിന്നാണ് നമുക്കത് കിട്ടുന്നത്. ശരി, അടുത്തത് മൂങ്ങ. മൂങ്ങ നോക്കിയേ. മൂങ്ങൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്. എന്താണെന്നറിയാമോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. അതെ, മൂങ്ങക്ക് രാത്രി മാത്രമേ കണ്ണ് കാണുള്ളൂ. പകൽ അതിന് കണ്ണ് കാണാൻ പറ്റില്ല. അതുമാത്രമല്ല, അതിൻ്റെ കഴുത്തിന് വേറൊരു പ്രത്യേകത ഉണ്ട്. അതിൻ്റെ കഴുത്തിന് എല്ലാ ദിശകളിലും തിരിഞ്ഞു നോക്കാനുള്ളൊരു കഴിവുണ്ട്. അതാണ് മൂങ്ങയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അതും ഞാൻ പറഞ്ഞ പോലെ എല്ലാ മരങ്ങളിലും കാണാം. വളരെ ഭംഗിയുള്ളൊരു പക്ഷിയാണെന്ന് തന്നെ പറയാം മൂങ്ങ. അടുത്തത് ഏതാന്ന് നോക്കിയേ. അതെ, ലവ് ബേർഡ്സ്. ലവ് ബേർഡ്സ് എന്താണ്? ചെറിയ ചെറിയ കുരുവികളാണ്. ഒരുപാട് നിറങ്ങളിലുള്ള ചെറിയ ചെറിയ കുരുവികൾക്ക് നമ്മൾ ലവ് ബേർഡ്സ് എന്ന് പറയുന്നുണ്ട്.
ലവ് ബേർഡ്സ് നമ്മൾ കൂടുതലും വീടുകളിൽ തന്നെ കാണാം. ഒരുപാട് പേര് കൂട്ടിൽ കൊണ്ടുവന്ന് വളർത്തുന്നുണ്ട്. കാണാനും ഭംഗിയാണ്, നല്ല ഭംഗിയുള്ളൊരു പക്ഷികളാണെന്ന് പറയാം ലവ് ബേർഡ്സിനെ പറ്റി. അടുത്തതായി നമ്മൾ കാണാൻ പോകുന്നത് കൊക്ക്. കൊക്കിനെവിടെ കാണുന്നതെന്ന് പറഞ്ഞ എല്ലാവരും? അതെ, വെള്ളത്തിൽ കാണാം, ഒരുപാട് ചാലുകളിൽ കാണാം അല്ലേ. കൊക്കിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം എന്താണ്? മീനുകളാണ്. കൊക്കിൻ്റെ പ്രത്യേകത നോക്കിയേ, വെളുത്ത ശരീരമാണ്, നീണ്ട് മെലിഞ്ഞ കാലുകളാണ് 2. അത് പറക്കുമ്പോഴും ഭംഗിയാണ്. ഇത് കൊക്ക് നോക്കിയേ, വളരെ വലിപ്പമുള്ള കൊക്കാണ്. അതിനാണ് അതിന് കൊക്ക് എന്ന് പേര് പറഞ്ഞിരിക്കുന്നത്. കാണാൻ തന്നെ എന്ത് ഭംഗിയാ നോക്കിയേ. ഓക്കെ, അടുത്തതായി നമ്മൾ കാണപ്പെടുന്നത് കഴുകൻ. കഴുകൻ കാണാൻ തന്നെ എന്ത് ഭീകരതയാണ്. അതുപോലെ തന്നെ ഭയങ്കര അപകടകാരിയാണ് കഴുകൻ. അത് വളരെ വേഗത്തിലും വളരെ ഉയരത്തിലുമാണ് പറക്കുന്നത് കഴുകൻ. അതെല്ലാവരെയും നിരീക്ഷിച്ചു കൊണ്ടേയിരിക്കും. പച്ച മാംസം എവിടെ കിട്ടിയാലും അത് വന്നത് കഴിച്ചു കൊണ്ടുപോകും. കഴുകൻ ഭയങ്കരമായ ഒരു ഭീകര ജീവിയാണെന്ന് പറയാം. അടുത്തതായിട്ട് നമുക്ക് വേറൊന്ന് നോക്കാം, കുയിൽ. കുയിലിൻ്റെ പ്രത്യേകത എന്താണെന്ന് നോക്കിയേ. അതെ, നമ്മൾ പറയുന്നത് കുയിൽ പോലെ പാടുന്നു എന്നൊക്കെ കേൾക്കുന്നില്ലേ, അത് അതിൻ്റെ സ്വരം കൊണ്ടാണ്. അത് കൂ കൂന്ന് പറയും. അതെല്ലാവരും കേട്ടിട്ടുണ്ടാവില്ല. അതാണ് കുയിൽ. കാണാനും ഭംഗിയാണ്, പക്ഷേ കുറച്ച് അതിൻ്റെ മുട്ട കൂടുതലും കുഴിയിലിടുന്നത് കാക്കയുടെ നെസ്റ്റിലാണ് കൊണ്ടുപോയി മുട്ട ഇടുക. അതാണ് കുയിലിൻ്റെ ഒരിത്. പിന്നെ ആ മുട്ട വിരിഞ്ഞ് കഴിയുമ്പോഴാണ് കാക്ക അറിയുന്നത്, അയ്യോ ഇത് എൻ്റെ കുഞ്ഞുങ്ങളല്ലല്ലോ, ഇത് കുയിലിൻ്റെതാണല്ലോ. അതാണ് കുയിലിൻ്റെ ഒരു രീതി എന്ന് പറയാം. അത് സ്വന്തമായിട്ടൊരു കൂടുണ്ടാക്കില്ല, കാക്കൻ്റെ കൂട്ടിലാണ് അതിൻ്റെ മുട്ട കൊണ്ടുപോയി വയ്ക്കുന്നത്. അതാണ് കുയിലിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അടുത്തതായി മൈനയെ നോക്കാം. എന്തായി പറവ? മൈന അല്ലേ. മൈനകളും ഞാൻ പറഞ്ഞ പോലെ നാടുകളിലും ഗ്രാമങ്ങളിലും ഒക്കെ കാണുന്നതാണ് മൈന. ഭയങ്കര ഭംഗിയുള്ളൊരു ജീവിയാന്ന് തന്നെ പറയാം മൈനയെ. ശരി കൂട്ടുകാരെ, ഇപ്പം നമ്മൾ ഒരുപാട് പക്ഷികളെക്കുറിച്ച് പഠിച്ചു. പക്ഷികൾ എന്തൊക്കെ കഴിക്കും, എവിടെയൊക്കെ കാണും, അതിൻ്റെ പ്രത്യേകതകൾ എന്താണെന്ന് കൂടെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഓക്കെ, ഇനി അടുത്തതായി ഞാൻ ഇതിനൊരു ചെറിയ പരീക്ഷ വെക്കുന്നുണ്ട്. നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചിട്ടുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് ഒരു പരീക്ഷ വെച്ചിട്ടുണ്ട്. തുടങ്ങാം. ശരി കൂട്ടുകാരെ, ഇപ്പം ഞാൻ ടെസ്റ്റ് എടുക്കാൻ പോവാണ്, ഒരു ചെറിയ ടെസ്റ്റ്. നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇവിടെ കാണുന്ന ഈ ഫോട്ടോയിൽ കാണുന്ന പക്ഷി ഏതാണെന്ന് പറഞ്ഞു തരണം. ആദ്യത്തെ നോക്കിയേ, ഏതാ ഇത്? അതെ, കറുത്ത നിറത്തിലുള്ള ഞങ്ങളുടെ വീടുകളിലൊക്കെ കാണപ്പെടുന്ന ഒരു പക്ഷിയാന്ന് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ആലോചിക്കേ. അതെ, കാക്ക അല്ലേ. അടുത്ത ഏത് പക്ഷിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്? ഞാൻ പറഞ്ഞിട്ടുണ്ട്, മഴയത്ത് അതിന് ചിറകളൊക്കെ വിരിച്ച് നൃത്തം ചെയ്യുന്നുണ്ട്. അതെ, മയിൽ. മയിൽ അല്ലേ. അടുത്തത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇതിന് കണ്ണുകൾ രാത്രി മാത്രമേ കാണുള്ളൂ, പകലതിന് കണ്ണ് കാണാൻ പറ്റില്ല. അതെ, മൂങ്ങ. ഏതാ? മൂങ്ങ. മറന്നു പോയത്. ശരി, അടുത്തത് ഇതിലേതാ കാണുന്നതെന്ന് നോക്കിയേ. ഭംഗിയുള്ള, ഞാൻ പറഞ്ഞിട്ട് അതിന് പഴങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. ചുണ്ടുകൾ നോക്കിയേ, ചുവന്നിട്ട്. അതെ, തത്ത. ശരി, അടുത്തത് നോക്ക്. ഇതേതാ പക്ഷി? ആലോചിക്ക്. ഞാൻ പറഞ്ഞിട്ട് അതിന് മീനുകൾ ഭയങ്കര ഇഷ്ടമാണ്, അത് കുളങ്ങളിൽ കാണപ്പെടുന്നുണ്ട്. വെളുത്ത്. അതെ, കൊക്ക്. ഏതാ? കൊക്ക്. അതെ, അടുത്തത് നോക്ക്. ആലോചിക്ക്, ഇതേതാണ്? ഇതും വെള്ളത്തിലാണ് കാണുന്നത്, ഒരുപാട് കുളങ്ങളിലാണ് ഇത് കാണപ്പെടുന്നത്. കുളങ്ങളിലാണ് അതിന് ജീവിക്കാൻ ആഗ്രഹമുള്ളത്. അതെ, അരയന്നം. ഓക്കെ, ഇനി ഒന്നും കൂടി ഉണ്ട്, നോക്കിയേ. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇത് അതിൻ്റെ മുട്ട കാക്കയുടെ
കൂട്ടിലാണ് വെക്കുന്നതെന്ന്. ഏതാണത്? കുയിൽ. പാട്ട് കൂടെ പാടുന്നു പറഞ്ഞു ഞാനല്ലേ, കുയിൽ. അടുത്തത് ഏതാന്ന് നോക്കിയേ, എല്ലാം ചെറിയ ചെറിയ ഭംഗിയുള്ള പക്ഷികളാണ് അതിനുള്ളത്. കളറുകൾ ഒരുപാടുണ്ട്, നിറങ്ങൾ ഒരുപാടുള്ള പക്ഷികൾ. ഏതാത്? ഞാൻ പറഞ്ഞിട്ടുണ്ട് വീട്ടിൽ ഞങ്ങൾ വെക്കുന്നുണ്ട്, വീട്ടിൽ ഒരു കൂട്ടിൽ വെച്ചിട്ട് വളർത്തുന്നതാണ് ഒരലങ്കാരമായിട്ട്. അതെ, ലവ് ബേർഡ്സ്. അടുത്ത ഏതാന്ന് നോക്കിയേ ഫോട്ടോയില്, ഒന്ന് ആലോചിച്ചൊക്കെ. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത് അരിമണികളും ഗോതമ്പും ഒക്കെ ഒരുപാട് ഇഷ്ടമുള്ളൊരു പക്ഷിയാണിത്. അതെ, പ്രാവ് അല്ലേ? പ്രാവ് ഒരുപാട് നിറങ്ങളിലുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ശരി, അടുത്തത് ഏതാന്ന് നോക്കിയേ, നല്ലോണം ആലോചിച്ച് നോക്ക്. അതെ, ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് ഭീകരമായൊരു പക്ഷിയാണ് അത്. ഭയങ്കര ഉയരത്തിലാണ് അത് വളരുന്നത്, ഭയങ്കര ഉയരത്തിലാണ് അത് പറക്കുന്നത് അല്ലേ? അതെ, ഏതാണത്? കഴുകൻ. ഓക്കെ, കഴുകൻ. അടുത്ത ഏത് പക്ഷിൻ്റെ ഫോട്ടോ ഉള്ളത് നോക്കിയേ. ചെറിയ നല്ല ഭംഗിയുള്ള ഒരു പക്ഷിയാണത്. അതെ, കുരുവി അല്ലേ? ഏതാത്? കുരുവി. അടുത്തത് നോക്ക്. ഇതിനെപ്പറ്റി ഒരുപാട് ഉപകാരങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് മുട്ട തരും, ചിക്കൻ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. ആ അതെ, കോഴി അല്ലേ? വെരി ഗുഡ്, എല്ലാവരും കറക്റ്റായിട്ട് ഉത്തരങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ നമ്മൾ നോക്കിയത് ഒരുപാട് പക്ഷികളെക്കുറിച്ചാണ്. ആ പക്ഷികൾ എങ്ങനെയാണ്, അതെന്തൊക്കെയാണ് കഴിക്കുക, എവിടേക്കാണ് ജീവിക്കുക എന്നൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ട് അല്ലേ?